സോ ഹായ് ഓൾ. അപ്പോൾ ഞാനിന്നൊരു അബുദാബി ടു ഷാർജ നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണേ. അത് ഏതിനാന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇപ്പോഴുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം, വീഡിയോ എടുക്കണം. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണേ. അപ്പം ഞാനെന്തായാലും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ വെറുതെ എന്തായാലും വീഡിയോ എടുത്തവിടെ വെക്കാം, ഇൻ കേസ് അപ്ലോഡ് ചെയ്താലില്ലെങ്കിലല്ലോ എന്ന് വിചാരിച്ചെടുത്താണ്. അങ്ങനെ ഞാൻ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് അപ്പോൾ ഞാനാണ് ലാസ്റ്റ് ഇറങ്ങിയത്. എന്തായാലും ലേറ്റായി. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഇതിപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ അബുദാബി അൽഷവാമക്കിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റ്. സത്യം പറഞ്ഞാൽ ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. പൊതുവേ ഇവിടെ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കാറിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ യൂട്യൂബ് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളെല്ലാം കാണുക എന്നല്ലാണ്ട് ഇതിൻ്റെ എന്താ പറയുക, ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അറിയില്ലല്ലോ. ചില ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് കുറേ ഷെയ്ക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്റ്റിക്കെല്ലാം വാങ്ങിയിട്ട് ശരിയാക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രാവലിംഗ് വ്ളോഗെല്ലാം എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ തന്നെ എടുക്കുന്നതാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഞാൻ കാറിൽ കയറി ഇരുന്ന് ഇനിയിപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ കാറിൽ കയറി ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഫോണും പിടിച്ച്, ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച്, പിന്നെ ഒരു കൈ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ കുറച്ച് പാടുപെട്ട്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ഇതെല്ലാം എൻ്റെ വീഡിയോക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്ന് പോവാണേ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ കാറ് ഇങ്ങനെ വെയിലത്തിട്ടുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പോൾ എന്തായാലും നമ്മളിതാ യാത്ര തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതെങ്ങനെ പറയണമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം ഞാൻ എത്രത്തോളം വീഡിയോസ് എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് പൊതുവേ ഈ ഫോണ് നോക്കിയാൽ ഭയങ്കര തലവേദന വരും. കാരണം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഫോണ് തീരെ യൂസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ തീരെ. കാരണം എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് എത്ര വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എടുക്കുന്നത് വരെയുള്ള വീഡിയോസ് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിർത്തി കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തലവേദനയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കാരണം എനിക്ക് തീരെ പറ്റില്ല. ഫോണിപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ലൊക്കേഷൻ, ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാങ്ക് കൊടുത്ത്, പിന്നെ ഇപ്പോൾ ബാങ്ക് കൊടുത്ത് ഇതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാങ്ക് കഴിഞ്ഞ് ഇപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുന്നതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത് നമ്മളിപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എഫക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ആരും ഇല്ലാത്തപ്പം മാത്രമേ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് നമുക്ക് അബുദാബിയിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് അബുദാബി ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ഞാൻ മ്യൂസിക്സ് ആഡ് ചെയ്യുക. കാരണം പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ കണ്ടില്ലേ, എന്താ പറയുക, അബുദാബിയിൽ നിന്ന് ദുബായിലെത്തുമ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ, ബിൽഡിങ്സ് എല്ലാം കാണാൻ തുടങ്ങി. കാരണം എനിക്ക് തോന്നുന്നു ഓരോ ബിൽഡിങ്സ് കാണുമ്പോഴും നമ്മൾ ഞാനെല്ലാം ഫസ്റ്റ് ടൈം വന്നപാടെ ഭയങ്കര എന്താ പറയുക അതിശയത്തോടെ നോക്കി നിന്നതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാസ് അത് ഞാൻ കാണാൻ തുടങ്ങിയത് ഇവിടെ വന്നപ്പോൾ. ഇപ്പോൾ കാണില്ലേ എന്നല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസിലും ഫിലിംസിലെല്ലാം കാണാമെന്നല്ലാണ്ട് നേരിട്ട് ഇത്രയധികം ലക്ഷറി കാസ് കാണാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ ദുബായിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് തോന്നിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളി ടോപ്പ് ബിൽഡിങ്സ്, പിന്നെ കാസ് പറയണ്ട. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ശരിക്കും ഇതിങ്ങനെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മാറ്റം മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക തിരക്കുള്ള സ്ഥലത്തേക്ക് വരുന്നത്. അതാണ് ദുബായിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരിക മറ്റേ ഈ ഫിലിം ഏത് മറ്റേ
ഡയമണ്ട് നെക്ലേസിലെ ഫഹദിൻ്റെ ഡയലോഗ്, അതായത് പിന്നെ ദുബായ് എന്ന് പറഞ്ഞ ഒരു മായ എന്നിട്ട് ഒരു ഡയലോഗില്ലേ, ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. നിങ്ങൾ നോക്കിയതാ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ കുറേ ക്ലിക്സാണ്. അപ്പം ഞാൻ അതും കൂടി ഇതിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. ദുബായ് എത്തിയപ്പം മുതലുള്ള ബ്ലോക്കുകളാണ് കാണുന്നത്. അപ്പം നമുക്ക് അവിടെ ടൈം എത്തേണ്ടത് 6:30. അപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. അങ്ങനെ നമ്മൾ ഷാർജയിലെത്തി. അപ്പോൾ ഷാർജയിലെത്തി അപ്പോഴത്തേക്കന്നെ ലേറ്റായി കിട്ടുക, നല്ല ലേറ്റായി. 7:30 അവിടെ എത്തുമ്പോൾ. അത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷാർജയിൽ വന്നതാണ്, അതിനൊന്നല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ എന്തായാലും തിരിച്ച് പോകുമ്പോൾ ലേറ്റ് ആവുമല്ലോ, അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന്. അങ്ങനെ നമ്മൾ മന്തിയാണേ കഴിക്കുന്നത്. ഞാൻ പൊതുവേ എനിക്ക് ഏറ്റവും ഇഷ്ടം മന്തിയാണ്. ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ മന്തി, പിന്നെ ഫ്രൈഡ് ചിക്കൻ, അല്ലാണ്ട് പൊറോട്ട അങ്ങനത്തെ ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. കാരണം മന്തി തന്നെ ഈ നോർമൽ മന്തി ഇല്ലേ, ഈ മസാലയൊന്നും ഇല്ലാത്ത, പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു വയ്ക്കും. അപ്പോൾ ഒരു ഏതോ പൊള്ളിച്ച മന്തിയാണ് അങ്ങനത്തെ എന്തോന്നും അത് കഴിച്ച് ഒരു ടേസ്റ്റും ഇല്ലയെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനത്തെ പൊതുവെ മസാല അധികമുള്ള സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ മന്തി റൈസ് മാത്രമാണ് കഴിച്ചത്. ചിക്കൻ ഞാൻ എടുത്തു എന്നല്ലാണ്ട് കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിക്കില്ല, എന്തൊക്കെയോ മസാല ഇട്ടിക്കും ഒരു. അപ്പോൾ അത് കഴിഞ്ഞതാ നമ്മളിതാ ദുബായിൽ നിന്ന് തിരിച്ച് നേരെ റൂമിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരു 2 hours എന്തായാലും എടുക്കും. അപ്പം മെല്ലെ പോവുള്ളൂ, കാരണം എന്ന് വെച്ചാൽ നൈറ്റല്ലേ. പിന്നെ സാധാരണ ഞാൻ ഇതിങ്ങനെ ലോങ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി കയറി ഒരൊറ്റ ഉറക്കുക, പിന്നെ ഞാൻ റൂമിലെത്തുമ്പോഴാണ് ഞാൻ എണീക്കുള്ളൂ. പക്ഷെ ഇന്നിപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഞാൻ പോകുന്ന വീഡിയോ എന്തായാലും ഇട്ടല്ലോ, അപ്പോൾ തിരിച്ച് വരുന്ന വീഡിയോയും കൂടി ഇടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ നോക്കും ഇല്ലേ, ഫോൺ പിടിച്ചിരിക്കുകയൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് തലവേദന എടുക്കും, പിന്നെ എന്താ പറയുക, ഞാൻ കിടന്നുറങ്ങും, അതാ മീൻ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അബുദാബിയിലൊന്നും എത്തിയാൽ ഇത്ര നല്ല വ്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഈ വ്യൂ ഉള്ള സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ എന്തായാലും അബുദാബിയിലെത്തിയ പ്ലെയിൻ റോഡല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറും അടിക്കും. അപ്പോൾ ഇതെന്തായാലും അടിപൊളി വ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ക്ലിപ്പ് എടുത്തിട്ട് കിടന്നുറങ്ങാമെന്ന്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും ക്ഷീണം, ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടി ക്ഷീണം എനിക്ക്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കയറിയപാട് കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടാകുന്നു. കാരണം സാധാരണ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, നാട്ടിൽ നിന്നല്ല നമ്മൾ കസിൻസിൻ്റെ കൂടെ ഒന്നും പോകുന്നവരെ നമ്മളിങ്ങനെ ഒന്നുമല്ല, ഫുൾ ചില്ല് ചെയ്ത് ഫുൾ അടിപൊളിയായിരിക്കും. ഇതിപ്പം ഞാൻ എന്താ പറയുക, ഒരു ഡ്രൈവ് ചെയ്യുന്നതിനെ കൊണ്ട് കമ്പനി കൊടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാണ്ട് നിൽക്കുക. ഇപ്പോൾ ഉറങ്ങാണ്ട് നിൽക്കുന്ന വേറെ കാരണമുണ്ട്, വീഡിയോ എടുക്കണം, അത് വേറെ. അങ്ങനെ ഇപ്പോൾ ഇപ്പം എൻ്റെ റൂമെത്തും. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എന്നാൽ ശരി.